സുധാകരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ നിർണായക കൂടിക്കാഴ്ച. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കുവാനായി പാർട്ടി നേതൃത്വം നിർണായക നീക്കം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാത്രി ഡൽഹിയിലെ സുധാകരന്റെ ഔദ്യോഗിക ഫ്ളാറ്റായ ഗോദാവരിയിൽ വെച്ച് 2 മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ സുധാകരൻ കടുത്ത നിലപാടുകൾ എടുക്കരുത് എന്ന് നേതാക്കൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടുനിന്ന ഈ കൂടിക്കാഴ്ചയിൽ ഒരു ലോക്സഭാ അംഗവും KPCCയിലെ മുതിർന്ന ഭാരവാഹിയുമാണ് പങ്കെടുത്തത്. ഇതിൽ ഒരാൾ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് എന്നാണ് വിവരം. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ ഇടവേളയിലാണ് ഈ നേതാക്കൾ സുധാകരനെ കാണാനെത്തിയത്. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കണമെന്നും നിലവിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും ഇവർ സുധാകരനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സുധാകരൻ അതീവ അതൃപ്തിയിലാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ താൻ നിർദ്ദേശിച്ച പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതാണ് അദ്ദേഹത്തെ പ്രധാനമായും ചൊടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റു പ്രധാന നേതാക്കൾക്ക് അദ്ദേഹം നൽകിയ പേരുകൾ പാടെ അവഗണിച്ചുവെന്ന പരാതിയും അദ്ദേഹത്തിനുണ്ട്. ഈ കാര്യം സുധാകരൻ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചതായും വിവരങ്ങളുണ്ട്. കൂടാതെ ചർച്ചകൾക്ക് തന്നെ ആരും വിളിച്ചില്ല എന്ന വേദനയും അദ്ദേഹം നേതാക്കളെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. തന്നെ ആരും ഗൗനിക്കുന്നില്ല എന്ന പരാതിയുണ്ടെങ്കിലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുമെന്നാണ് സുധാകരൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന കൃത്യമായ സൂചനയും അദ്ദേഹം നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ചർച്ചകളിൽ തന്നെ ഉൾപ്പെടുത്താത്തതിലുള്ള കടുത്ത അമർഷം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ ഡൽഹിയിൽ സുധാകരൻ വാർത്താസമ്മേളനം നടത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നേതാക്കൾ നടത്തിയ ഈ അനുനയ ചർച്ചയ്ക്കൊടുവിൽ വാർത്താസമ്മേളനം സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. MK രാഘവൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് രാവിലെ എത്തി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അനുനയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ചയും നടന്നത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.